ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വളരെ സ്വാദിഷ്ടവും മൃദുലവുമായിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പുട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവരെല്ലാം ഈ പുട്ട് കഴിക്കുന്നതായിരിക്കും. അതെങ്ങനെ ചെയ്യുവാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു കപ്പ് പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പശുവും പാലാണ്. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ഇടുന്നത്. ചൂടുണ്ട്. വറുത്തരിപ്പൊടി ആയതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ വെട്ടി തിളച്ച് തന്നെ എടുക്കുന്നത് പാല്. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. വാങ്ങുന്ന പുട്ടുപൊടിയും നമുക്ക് എടുക്കാവുന്നതാണ്. സ്വല്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്വാദും മണവും പൊടിക്കുണ്ടാവും. പുട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഷുഗറുള്ളവരുണ്ടെങ്കിൽ മധുരം ഒഴിവാക്കുക. ഇല്ലെങ്കിൽ സ്വല്പം പഞ്ചസാരയും കൂടി ഈ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്. ഷുഗറുള്ളൊരു വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ പൊടി നനയ്ക്കുമ്പം പഞ്ചസാര ഇടാതിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് ആറാൻ നമുക്ക് വെക്കാം. പൊടിയെല്ലാം ഒന്ന് ആറിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നമുക്കിനി വേണ്ടുന്ന ഇളം തേങ്ങയാണ്. ഞാനാണെങ്കിൽ തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി എടുക്കുകയാണ്. അതാണ് ടേസ്റ്റ്. പലരും പല രീതിയിൽ തേങ്ങ ഇടാറുണ്ട്. അറ്റത്തും ഇടയ്ക്കും മേളിലും ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അതിൽ ടേസ്റ്റ് ഇത് തന്നെയാണ്. ഓരോ അരിത്തരിയിലും തേങ്ങ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് പൊടി തനിക്കുമ്പം തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേകുമ്പോൾ അതിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആവി പുഴുങ്ങിയെടുക്കാൻ. ആവി പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അത് സ്വാദിഷ്ടമാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. അതിന് ചവിട്ടി മാത്രമേ തേങ്ങ ഇടുന്നുള്ളൂ. നമുക്ക് പൊടി വാരിയിടാം. പൊടി വാരിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അമുക്കി ഇടരുത്. ആവി കയറാൻ ബുദ്ധിമുട്ടാവും. പെട്ടെന്ന് വേവത്തുമില്ല. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി പുട്ട് വെക്കാം. അവിടെ പുട്ടാവി വന്നിട്ടുണ്ട്. കരണ്ട് പോയി. അതാണ് വെട്ടമില്ലാത്തത്. ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്താ ഒരു മണം! നല്ല നെയ് മണം. തേങ്ങയും പാലും അരിയപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് വെന്ത ഒരു മണമുണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. കഴിക്കുമ്പോഴത്തെ കാര്യം പറയേണ്ടതില്ല. പിന്നെ ബാക്കി പുട്ടൂടെ പുഴുങ്ങിയെടുക്കാം. കരണ്ടില്ലാത്തതുകൊണ്ടാണ് വെട്ടമില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പൊടി നനയ്ക്കുമ്പോൾ ഞാൻ ഇന്ന് പാലിനകത്തോട്ടാണ് പൊടി ഇട്ടത്. എനിക്കതിൻ്റെ അനുപാതം അറിയാവുന്നതുകൊണ്ടാണ്. തന്നെയല്ല, ഞാൻ വറുത്ത് പൊടിച്ച അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ പൊടിക്കകത്തോട്ട് പാലൊഴിക്കുക. കഴിയുമ്പോൾ തിളപ്പിച്ച പാല് കുറേശ്ശെ ഒഴിക്കുക പൊടിയിലേക്ക്. അല്ലെങ്കിൽ ഒരുപാട് നനവായിപ്പോവും. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചേർക്കുന്ന ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്നറിയണം. അപ്പോൾ ആ തേങ്ങയ്ക്ക് ഒരു ജലാംശം ഉണ്ട്. അപ്പോൾ അതെനിക്ക് അനുസരിച്ച് വേണം പൊടി നനയ്ക്കാൻ. അപ്പോൾ പൊടി പാകത്തിന് നമുക്ക് നനഞ്ഞ് കിട്ടും.
അപ്പോൾ എല്ലാവർക്കും ഈ പുട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇതിൻ്റെ കൂടെ കടലയും കൂട്ടി കഴിക്കാം. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.